إن الحمد لله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ തസ്ബീഹ് അഥവാ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും ഒക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് നമുക്കേറെ പരിചയമുള്ള, നമ്മുടെ ജീവിതത്തിൽ നിത്യേന എന്നോണം പല സന്ദർഭങ്ങളിലായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിൽ പലപ്പോഴായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ അഥവാ തഹ്മീദ്. ആ ദിക്റുമായി ബന്ധപ്പെട്ട, അൽഹംദുലില്ലാഹ് തഹ്മീദുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മഹത്വങ്ങളുമൊക്കെ ധാരാളമായ ഹദീസിലും ഖുർആനിലും നമുക്ക് കാണാൻ കഴിയും. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും നമ്മളൊക്കെ പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാഹ്. സന്തോഷമുണ്ടായാലും നമ്മൾ പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാഹ്. നമുക്കനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത് പടച്ച റബ്ബാണ്. ആ റബ്ബിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും നന്ദി കാണിക്കുക എന്നത് വിശ്വാസിയുടെ വലിയ ബാധ്യതയാണ്. അങ്ങനെ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇരട്ടിയാക്കി തരും, അത് വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശക്കർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ തീർച്ചയാണ് അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മഹത്വമേറിയൊരു ദിക്റാണ്, ദുആയാണ് അൽഹംദുലില്ലാഹ്. തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട ആയത്തിൽ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരികളും അത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, മുഴുവൻ ജന്തുജീവജാലങ്ങളും
എല്ലാ വസ്തുക്കളും സുബ്ഹാനല്ലാ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ പറയുന്നുണ്ട്. അവരുടേതായ ഭാഷയിൽ അത് പടച്ച റബ്ബിനറിയാം എന്ന് ഖുർആൻ. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അൽഹംദുലില്ലാ ചൊല്ലുക എന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ, ആരെങ്കിലും വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഉടൻ നമ്മൾ പറയാറുണ്ട് അൽഹംദുലില്ലാ. പക്ഷേ അൽഹംദുലില്ലാ പറയുമ്പോൾ കേവലം ഒരു വാക്കായി, വാചകമായി പറയാതെ ആ മഹത്വം ഉൾക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി നമ്മൾ പറയുമ്പോൾ നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുന്ന അതിൻ്റെ പ്രതിഫലത്തിന് കണക്കില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. വലിയ പ്രതിഫലമാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠകരമായ അഫ്ളലായ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്നാൽ ഏറെ അഫ്ളലായ ശ്രേഷ്ഠകരമായ ദുആ എന്ന് പറയുന്നത് അൽഹംദുലില്ലയാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് എത്ര തവണ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞു, പല സന്ദർഭങ്ങളിലായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പലരും, ഞാൻ ഈ പറയുന്നത് അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ, അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള അഫ്ളലായ ദുആയാണ് ഞാൻ ഈ പറയുന്നത് എന്ന കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷമാവട്ടെ, എല്ലാത്ത സമയമാവട്ടെ, അൽഹംദുലില്ലാ പറയുമ്പോൾ സാധാരണ ഒരു വാക്ക് എന്നതിനപ്പുറം വലിയ ഗൗരവമൊന്നും പലരും കാണാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ഇത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. അള്ളാഹുവെല്ലാം തികഞ്ഞവനാണ്, പരിപൂർണനാണ്, ന്യൂനതകളൊന്നുമില്ലാത്തവനാണ്. എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന് സർവസ്തുതിയും എന്ന്. അതാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ആരംഭം കുറിക്കുന്ന സൂറത്തിന്റെ പേര് സൂറത്തുൽ ഫാത്തിഹ എന്നാണെങ്കിൽ, ആ ഫാത്തിഹയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ഹംദ്. ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദ്. വിശുദ്ധ ഖുർആൻ മറിക്കുമ്പോൾ ആദ്യമായി കാണുന്ന ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഹംദ് എന്നാണ്, അഥവാ സൂറത്തുൽ ഫാത്തിഹ. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഹംദ് എന്ന് പേര് വരാനുള്ള കാരണം? ആ അധ്യായം അഥവാ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വചനം കൊണ്ടാണ്. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കാകുന്നു എന്ന മഹത്തായ പ്രഖ്യാപനം ആ റബ്ബാരാണ്, അർ റഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ. ഇത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലൂടെ കടന്നുപോകുന്നത്. നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് എല്ലാ രൂപത്തിലും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയ നാഥൻ, കേവലം ഒരു നുത്തുഫയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് ഈ ലോകത്ത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുൻപേ അവിടെ വെച്ചും, അതിനുശേഷം ഈ ലോകത്ത് പിറന്നു വീണ ശേഷവും, ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നത് വരെ ഈ ദുനിയാവിലും അതിനുശേഷം പരലോകത്തും അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയുണ്ട്. അത് കാണുമ്പോ, കേൾക്കുമ്പോ, അറിയുമ്പോ നമ്മൾ പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാ. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ ഫാത്തിഹ എത്ര തവണ നമ്മൾ ഓതുന്നുണ്ട് ഒരു ദിവസത്തിൽ? നിർബന്ധമായി 17 തവണ. അതല്ലാതെ മറ്റു പലപ്പോഴും സുന്നത്ത് നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നു. റവാത്തിബ് നമസ്കാരത്തിലും രാത്രി നമസ്കാരത്തിലും ഒക്കെ നമ്മൾ ഫാത്തിഹ ചൊല്ലാറുണ്ട്. ഫാത്തിഹ ചൊല്ലാത്തൊരു നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ ഒരു ആയത്തില്ലെങ്കിൽ ഫാത്തിഹയുടെ പ്രത്യേകത ഏതാണ്? ഫാത്തിഹ പരിപൂർണമാകണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഓതണം. മറ്റൊരു സൂറത്തും അങ്ങനെയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിലോ രണ്ടാമത്തെ റക്അത്തിലോ നിങ്ങൾക്ക് പറ്റുന്ന സൂറത്തിൽ നിന്ന് എന്തെങ്കിലും അല്പഭാഗം ചൊല്ലിയാൽ തന്നെ അത് മതിയാകുന്നതാണ്. എന്നാൽ ഒരാൾ അവന്റെ നമസ്കാരത്തിൽ ഫാത്തിഹ
അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല എങ്കിൽ, ഓതിയിട്ടില്ല എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, ഫാത്തിഹ പരിപൂർണമാവുകയില്ല. ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദെങ്കിൽ ഹംദ് എന്ന് പേര് വരാനുള്ള കാരണം സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. നമസ്കരിക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരാൾ ഉച്ചരിക്കുമ്പോ റബ്ബ് പറയുന്നുണ്ട്, ഖാലല്ലാ, അല്ലാഹ് പറയുകയാണ്, ഹമിദനി അബ്ദി, എന്റെ അടിമയിതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയിലെ ഇന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഞാനും നിങ്ങളും പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞ വാചകം നമ്മളെ നോക്കി, നമ്മുടെ ഫാത്തിഹ കേട്ട്, നമ്മുടെ ഹംദ് കേട്ട് പടച്ച റബ്ബ് പറഞ്ഞ വാചകം ഹമിദനി അബ്ദി, എന്റെ അടിമയിതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു, എന്റെ അടിമയിതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. ഇന്ന് മഗ്രിബ് നമസ്കരിച്ചപ്പോ 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിയില്ലേ? ഈ 3 തവണയും റബ്ബ് പറഞ്ഞ വാചകമാണ്. നമ്മളെ നോക്കി എന്റെ സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദ് കേട്ട് എന്നോട് എന്റെ റബ്ബ് പറഞ്ഞ വാചകം ഹമിദനി അബ്ദി, നമ്മളോട് നമ്മുടെ റബ്ബ് പറഞ്ഞ വാചകം ഹമിദനി അബ്ദി, എന്റെ അടിമയിതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, അൽഹംദ്, സൂറത്തുൽ ഫാത്തിഹ തുടക്കം കുറിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിൽ 40-ലധികം തവണ അൽഹംദ് എന്ന പദം വന്നിട്ടുണ്ട്. 40-ലധികം തവണ. 5 സൂറത്തുകൾ ആരംഭിക്കുന്നത് അൽഹംദ് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു അൻആം, ഇന്ന് നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ്, സൂറത്തു സബഅ്, സൂറത്തുൽ ഫാത്തിർ, ഈ 5 അധ്യായങ്ങൾ ആരംഭിക്കുന്നത് അൽഹംദുലില്ല കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലയുടെ പ്രത്യേകതകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല അൽഹംദുലില്ല എന്ന ദിക്ർ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ ദിക്റുകളിലൊക്കെ അൽഹംദുലില്ല നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്ന നബിയല്ലാഹി നൂഹൻ അലൈഹിസ്സലാം ലമ്മാ ഹദറത്തുൽ വഫാത്തു ഖാല ലിബ്നിഹി, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അതാ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്, വസിയത്തുകൾ നൽകുന്നുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച വസിയത്ത് നൽകുന്നുണ്ട്, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം മക്കളെ വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഈ 3 ദിക്റുകൾ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന ബിഹാ സ്വലാത്ത കുല്ലി ശൈഇൻ വബിഹാ യുർസഖുൽ ഖൽഖ്, എല്ലാ വസ്തുക്കളുടെ പ്രാർത്ഥനയും ഇത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയതാണ്. വബിഹാ യുർസഖുൽ ഖൽഖ്, എല്ലാ വസ്തുക്കളുടെ റിസുക്കും അതാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ റിസുക്കാണെന്ന. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് ഈ ദുനിയാവിൽ ഒരുക്കി വെച്ചിട്ടുള്ള റിസുക്കാണ്. അത് ലഭിക്കാൻ അൽഹംദുലില്ലയാണ് കാരണമെന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇനിയും നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുകയാണ്, മക്കളെ ലഭിക്കുകയാണ്. ആ മക്കളെ ലഭിച്ച സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ലഭിച്ച സന്ദർഭത്തിൽ പറഞ്ഞ വാചകം അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഈ വാർദ്ധക്യ സമയത്ത്, ഈ പ്രായമുള്ള സമയത്ത് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും എനിക്ക് നൽകിയ റബ്ബേ, അൽഹംദുലില്ലാഹ്, നിനക്കാകുന്നു സർവസ്തുതിയും. ഇബ്രാഹിം നബി പഠിപ്പിച്ച പറഞ്ഞ വാചകമാണ് അൽഹംദുലില്ലാഹ്. ഇനിയും നോക്കൂ, നൂഹ് നബി മാത്രമല്ല, ഇബ്രാഹിം നബി മാത്രമല്ല, ദാവൂദ് നബിയും സുലൈമാൻ നബിയും പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു അവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയപ്പോ ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അവർക്ക് വിജ്ഞാനം നൽകി എന്നുള്ളത്. വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമാ, ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ധാരാളം വിജ്ഞാനം നൽകുകയാണ്.
അവർക്ക് അല്ലാഹു ഇൽമ് നൽകുകയാണ്, അറിവ് നൽകുകയാണ്. ഇത് കിട്ടിയ സന്ദർഭത്തിൽ അവർ പറഞ്ഞ വാചകം വഖാല അൽഹംദുലില്ലാ. ആ രണ്ട് പ്രവാചകന്മാരും പറഞ്ഞു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അല്ലാഹുവേ, നിന്റെ ഒരുപാട് അടിമകളുണ്ടല്ലോ, ആ അടിമകളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യേകമായി ഇൽമു കൂടുതലായി നൽകിയ നാഥാ, അൽഹംദുലില്ലാ, നിനക്കാകുന്നു സർവസ്തുതിയും. കണ്ടോ നിങ്ങൾ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞതും പ്രഖ്യാപിച്ചതും പഠിപ്പിച്ചതുമായ ദിക്റുകളിൽ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പ്രാർത്ഥന ആരംഭിക്കേണ്ടതും അൽഹംദുലില്ലാ കൊണ്ടാണ്. നമ്മളൊക്കെ ഒരു ദിവസം എത്ര തവണ അല്ലാഹുവോട് ദുആ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അല്ലാഹു സ്വീകരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമായി പറയുകയാണ്, ഇദാ സ്വല്ലാ അഹദുക്കും ഫല്യബ്ദഅ ബിതഹ്മീദി റബ്ബിഹി ജല്ല വഅസ്സ വസ്സനാഇ അലൈഹി സുമ്മ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യദ്ഉ ബഅദു ബിമാ ശാ. ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഫല്യബ്ദഅ, നിങ്ങൾ ആരംഭിക്കേണ്ടത് ബിതഹ്മീദി റബ്ബിഹി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാവണം, അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടാകണം. അതുപോലെ തന്നെ സുമ്മ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാകണം. സുമ്മ യദ്ഉ ബഅദു ബിമാ ശാ, എന്നിട്ടായിരിക്കണം നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോഴേ കൈകൾ ഉയർത്തിയിട്ടാവട്ടെ, എല്ലാത്ത സമയത്താവട്ടെ, നമസ്കാര ശേഷമാവട്ടെ, എല്ലാത്ത സമയത്താവട്ടെ, ഏത് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനകളുടെ മര്യാദയിൽ പെട്ടതാണ് അൽഹംദുലില്ലാ എന്ന് ആദ്യം പറയണം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നെങ്കിലും സ്വലാത്ത് നമ്മൾ ഉച്ചരിക്കണം. കഴിയുമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്തെങ്കിലും, ഇബ്രാഹിമി സ്വലാത്ത് പൂർണ്ണമായും ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അതിന് വേറെ പ്രതിഫലമുണ്ട്. സ്വലാത്ത് ചൊല്ലിയാൽ, ഒന്ന് ചൊല്ലിയാൽ 10 പ്രതിഫലമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പ്രാർത്ഥനകളുടെ മര്യാദകളുടെ കൂട്ടത്തിൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലയാണ്. പിന്നെ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി അലാ ആലി മുഹമ്മദ് എന്ന സ്വലാത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. അത് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന വിഷയമായി പഠിപ്പിക്കുമ്പോൾ, പ്രാർത്ഥനകളുടെ മര്യാദകളിൽ പെട്ടതായി പഠിപ്പിക്കുമ്പോൾ, അതുകൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. എന്തിനാ പടച്ച റബ്ബിനെ സ്തുതിക്കുന്നത്? അല്ലാഹുവേ, നീ പരിപൂർണനാണ്, നീ പരിപൂർണനാണ്, നിനക്കാണ് എല്ലാ സ്തുതികളും എന്ന് ഒരു വിശ്വാസിയെ കൊണ്ട് അല്ല, ഒരടിമയെ കൊണ്ട് എന്തിനാണ് ആവർത്തിച്ച് പറയാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെടുന്നത്? നമ്മളെ മനുഷ്യനായി സൃഷ്ടിച്ചുവെന്ന കാരണത്താൽ, നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി എന്ന കാരണത്താൽ, അവിടെ നീ ദുനിയാവിലേക്ക് വന്ന് ഈ നിമിഷം വരെയല്ല, മരണം വരെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ പലതും നൽകുന്നു എന്ന കാരണത്താൽ, അതിലേറെ നമുക്ക് ഹിദായത്ത് നൽകി എന്ന കാരണത്താൽ നമ്മൾ പറയണ്ടേ അൽഹംദുലില്ലാ എന്നത്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫഖാല അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരടിമ പറയുകയാണ് അൽഹംദുലില്ലാ. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാ കാനല്ലദീ അഅ്താഹു അഫ്ളല മിമ്മാ അഖദ, ആ അനുഗ്രഹത്തെക്കാൾ വലിയ നന്മയാണ് നേടിയെടുക്കുന്നത്. എന്തായി പറഞ്ഞത്? ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമുക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചു, ഏതാവട്ടെ, മക്കളെ ലഭിച്ചു, അല്ലെങ്കിൽ ദുനിയാവിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ലഭിച്ചു, അനുഗ്രഹങ്ങൾ ലഭിച്ചു, അത് കിട്ടുമ്പോൾ നമ്മൾ പറയും അൽഹംദുലില്ലാ. എന്തുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്? ആ അനുഗ്രഹം കിട്ടി എന്ന കാരണത്താൽ അല്ലേ?
ഒരു കുട്ടിയെ ലഭിച്ചുവെന്ന കാരണത്താൽ, എനിക്ക് ദുനിയാവിൽ ഒരു വീട് ലഭിച്ചുവെന്ന കാരണത്താൽ, ഒരു വാഹനം ലഭിച്ചുവെന്ന കാരണത്താൽ, എനിക്കൊരു സന്തോഷമുണ്ടായി എന്ന കാരണത്താൽ ഞാൻ പറയുന്നു അൽഹംദുലില്ലാ. എങ്കിൽ അറിയണം, നിനക്കിപ്പോ ലഭിച്ച അനുഗ്രഹത്തെക്കാളും വലിയ പ്രതിഫലമാണ് നീ പറഞ്ഞ അൽഹംദുലില്ലക്ക്. ആലോചിച്ച് നോക്കൂ, നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴുള്ള സന്തോഷം, നമുക്കൊരു വീട് പൂർത്തിയാക്കി എന്ന് കാണുമ്പോഴുള്ള സന്തോഷം, ദുനിയാവിൽ മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്ന് കാണുമ്പോഴുള്ള, അനുഭവിക്കുമ്പോഴുള്ള സന്തോഷം, ആ സന്തോഷം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാ. എങ്കിൽ മനസ്സിലാക്കണം, നിനക്ക് കുട്ടി ലഭിച്ചു എന്നതിനേക്കാളും വലിയ സന്തോഷത്തിന്റെ കാരണമാണ് നീ പറഞ്ഞ അൽഹംദുലില്ലാ. കാരണം അല്ലാഹുവിങ്കൽ ആ അൽഹംദുലില്ലക്ക് അത്രയേറെ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മറ്റൊരു ഹദീസിൽ കാണാം, അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്നത് തുലാസ് നിറക്കുന്നതാണ്. അൽഹംദുലില്ലാ എന്നൊരൊറ്റ വാചകം, ഒരൊറ്റ ദിക്ർ, ഒരൊറ്റ ദുആ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നന്മ തിന്മകളെ വേർതിരിക്കപ്പെടുന്ന സമയത്ത് നന്മയുടെ തുലാസ് കനം കൂടാനും നിറയാനും കാരണമാകുന്നതാണ് അൽഹംദുലില്ലാ. ആലോചിച്ച് നോക്കിയേ നിങ്ങള്, ഇന്ന് എത്ര തവണ അൽഹംദുലില്ലാ പറഞ്ഞു? ഇനി ഇതാ ഇശാക്ക് ശേഷം അൽഹംദുലില്ലാ പറയാൻ പോകുന്നു, നമസ്കാര ശേഷം അൽഹംദുലില്ലാ പറയുന്നു, 33 തവണ വീതം അൽഹംദുലില്ലാ പറയുന്നു, വിരിപ്പിലേക്ക് മടങ്ങുമ്പോൾ അൽഹംദുലില്ലാ പറയുന്നു. ഓരോ അൽഹംദുലില്ലാ പറയുമ്പോഴും നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിൽ എഴുന്നേറ്റത് മുതലങ്ങോട്ടുള്ള ഓരോ പ്രാർത്ഥനകളിൽ അൽഹംദുലില്ലാ പറയുമ്പോഴും നമ്മുടെ മീസാൻ, നമ്മുടെ തുലാസ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ അൽഹംദുലില്ലാ കൊണ്ടുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പേരാണ് അസദ് ഇബ്നു സരിഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ധാരാളമായി അൽഹംദുലില്ലാ പറയുന്ന ഒരു സ്വഹാബിയായിരുന്നു. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ദിക്റായിരുന്നു, ദുആയായിരുന്നു അൽഹംദുലില്ലാ. ധാരാളമായി അദ്ദേഹം പറയുമായിരുന്നു അൽഹംദുലില്ലാ. ഇദ്ദേഹം ഇങ്ങനെ അൽഹംദുലില്ലാ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്. നിന്റെ അൽഹംദുലില്ലാ എന്നത് നിന്റെ റബ്ബ് നിന്നെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു ദിക്റാണ്. ആലോചിച്ച് നോക്കുങ്ങളെ, നീ അൽഹംദുലില്ലാ പറയുന്നതിലൂടെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു ദിക്റാണ് അൽഹംദുലില്ലാ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് അൽഹംദുലില്ലാ. ചെറിയ ദിക്റാണ്, വലിയ ദുആയാണ്, അഫ്ളലായ ദുആയാണ്, ഏത് സമയത്തും പറയാം. എന്നാൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ദുആകളിൽ അൽഹംദുലില്ലാ പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, ദുആ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എല്ലാവർക്കും അറിയാം ആ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും എല്ലാവർക്കും അറിയാം അല്ലേ? മരിച്ചു കിടക്കായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും, എന്നെ മരിപ്പിച്ച ശേഷം എന്നെ ജീവിപ്പിച്ചവനായ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. ഈ ഒരു ദിക്റാണ് അൽഹംദുലില്ലാ. മറ്റൊരു ദിക്ർ നമുക്ക് കാണാം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. എഴുന്നേൽക്കുന്ന സമയത്ത് ചൊല്ലാൻ ആവശ്യപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുടെ കൂട്ടത്തിൽ മറ്റൊരു ദുആയാണിത്. അൽഹംദുലില്ലാ, അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അല്ലദീ, അവനാരാണ്, ആഫാനി ഫീ ജസദി, എനിക്ക് ആരോഗ്യം നൽകിയവനായ റബ്ബേ, ആ റബ്ബിനാകുന്നു സർവസ്തുതിയും. ഇനിയോ വറദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു നൽകിയവനായ റബ്ബേ. തീർന്നില്ല, വഅദിന ലീ ബിദിക്രിഹി, ഈ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ പോലും നിന്നെ ഓർക്കാൻ എനിക്ക് കഴിവ് നൽകിയ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. കണ്ടോ നിങ്ങൾ, എന്റെ ഈ ശരീരത്തിലേക്ക് എന്റെ റൂഹിനെ മടക്കി തന്ന റബ്ബേ,
ആ റൂഹെങ്ങാനും നീ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തോട് ഞാൻ യാത്ര ചോദിക്കുമായിരുന്നു. പിന്നെ എനിക്ക് കണ്ണു തുറക്കാൻ കഴിയില്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്, ഞാൻ മരണപ്പെടുകയാണ്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രാത്രിയിലെ ഉറക്കമല്ല, ഉറക്കം ഒരു ചെറിയ മരണമാണ്. ഉറക്കം ഒരു ചെറിയ മരണമാണ്. ആ മരണത്തിൽ നിന്നും നമ്മെ വീണ്ടും ജീവിപ്പിച്ചവനായ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം ആരംഭിക്കേണ്ടത്. ഇനിയോ വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ദിക്റാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഈ ദിക്ർ ഒരാൾ പാരായണം ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. കണ്ടോ നിങ്ങൾ, അൽഹംദുലില്ലാ ചൊല്ലിയാൽ, അൽഹംദുലില്ലാ ചൊല്ലി ഡ്രസ്സ് ധരിച്ചാൽ, നമ്മുടെ വസ്ത്രം ധരിച്ചാൽ, ഈ പ്രാർത്ഥന പൂർണ്ണമായി ചൊല്ലിയാൽ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ ഡ്രസ്സ് ധരിക്കുന്നതെങ്കിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നു. ആലോചിച്ച് നോക്കിയങ്ങള്, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ എത്രയോ പാപങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടാകും. അതൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ദിക്റായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം ധരിക്കുന്ന സമയത്ത് വേറൊരു പ്രാർത്ഥന കൂടിയുണ്ട്. ബിസ്മില്ലാ അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ചവനായ റബ്ബേ, അൽഹംദുലില്ലാ, നിനക്കാകുന്നു സർവസ്തുതിയും. അതുകൊണ്ട് ഈ വസ്ത്രം എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, ഈ വസ്ത്രത്തിലൂടെ നീ എന്തൊരു നന്മയാണോ ഉദ്ദേശിക്കുന്നത്, ആ എല്ലാ നന്മകളും നിന്നോട് ഞാൻ ചോദിക്കുകയാണ് റബ്ബേ. ഇതിലൂടെയുണ്ടാകുന്ന എല്ലാ ഷർറിൽ നിന്നും നിന്നോട് ഞാൻ കാവല് തേടുകയാണ് റബ്ബേ. പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ പറയാനെങ്കിലും. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാ. ഇനിയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൻ അക്കല ത്വആമൻ സുമ്മ കാല, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥന ഒരാൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ ആ പ്രാർത്ഥന മതിയാകുന്നതാണ്. കണ്ടോ നിങ്ങൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ റസഖനി അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ ത്വആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥന ഉച്ചരിച്ചാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ല യർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ല ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ ശർബ ഫയഹ്മദഹു അലൈഹാ. അല്ലാഹു ഒരടിമയെ തൃപ്തിപ്പെടാൻ കാരണമാകുന്നു. ഇന്നല്ലാഹ ല യർളാ അനിൽ അബ്ദി, ഒരടിമയെ തൃപ്തിപ്പെടാൻ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നു അവൻ ഭക്ഷണം കഴിച്ച ശേഷം അൽഹംദുലില്ലാ പറഞ്ഞാൽ, വെള്ളം കുടിച്ച ശേഷം അൽഹംദുലില്ലാ പറഞ്ഞാൽ. ആലോചിക്കങ്ങൾ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ദിക്ർ, അള്ളാഹു ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന ദിക്ർ. ഇനിയോ തുമ്മിയാൽ പറയേണ്ട വാചകം ഇദാ അത്വസ അഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാഹ്. ആലോചിക്കങ്ങൾ, ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. എന്തിനാ? അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരല്ലേ നമ്മളൊക്കെ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറയേണ്ട വാക്കാണത്. തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ഒരു പ്രയാസം ബാധിച്ചാലും അൽഹംദുലില്ലാ പറയണം. നമ്മൾ വിചാരിച്ച് സന്തോഷം വന്നാൽ മാത്രമാണ് എന്ത് അൽഹംദുലില്ലാ. അല്ല, നമുക്കൊരു പ്രയാസം വന്നു അപ്പോഴും പറയേണ്ട വാക്ക് അവ്വലുമൻ യുദ്ആ ഇലൽ ജന്നത്തിൽ ഹമ്മാദൂൻ. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഹമ്മാദീങ്ങളായിരിക്കും. ആരാ ഹമ്മാദീങ്ങൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് ധാരാളമായി അൽഹംദുലില്ലാ പറഞ്ഞവർ, അവരാണ് ഹമ്മാദീങ്ങൾ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ.
അവർ സന്തോഷത്തിലും സന്താപത്തിലും ധാരാളമായി അൽഹംദുലില്ലാ പറയുന്നവരാണ്. പ്രശ്നം വന്നു, പ്രയാസം വന്നു, സങ്കടം വന്നു, ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ. സന്തോഷം വന്നാലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ മാത വലദുൽ അബ്ദി ഖാലല്ലാഹു അസ്സ വജല്ല ലിമലായികതിഹി ഖബലതും വലദ അബ്ദി. ഒരു അടിമയുടെ സന്താനം മരണപ്പെട്ടാൽ ആ സന്താനത്തിന്റെ റൂഹ് പിടിച്ച മാലാഖമാരോട് റബ്ബ് ചോദിക്കുകയാണ്, ഖബലതും വലദ അബ്ദി, എന്റെ അടിമയുടെ സന്താനത്തെ നീ പിടികൂടിയോ? എൻ്റെ ഇന്ന അടിമയുടെ മോനെ നീ മരിപ്പിച്ചോ, മോളെ നീ മരിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ അവരുടെ റൂഹ് നീ പിടിച്ചോ? മലക്കുൽ മൗത്തിനോട് അള്ളാഹു ചോദിക്കും. മലക്കുൽ മൗത്ത് പറയും, നഅം, അതേ റബ്ബേ, ഞാൻ പിടിച്ചു. ഫയഖൂൽ, അള്ളാഹു വീണ്ടും ചോദിക്കും, ഖബലതും വലദ അബ്ദി ഫയഖൂലൂ നഅം, അതേ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ ഫയഖൂലു ഖബലതും, വീണ്ടും ചോദിക്കുകയാണ് സമറത ഫുആദിഹി ഫയഖൂലൂന നഅം, അവന്റെ ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നീ എടുത്തുവോ? ഒരടിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം നീ എടുത്തുവോ? അപ്പോഴും മലക്ക് പറയും, നഅം റബ്ബേ, ഞാനതെടുത്തു. ഫയഖൂൽ മാദാ ഖാല അബ്ദി, അപ്പ റബ്ബിദാ മലക്കുകളോട് ചോദിക്കുകയാണ്, മലക്കിനോട് ചോദിക്കുന്നു, എന്താണ് എൻ്റെ അടിമയുടെ പ്രതികരണം? ഒരടിമയുടെ സന്താനം മരണപ്പെട്ട സന്ദർഭത്തിൽ എന്താണ് അവൻ പറഞ്ഞ വാചകമെന്ന് ചോദിക്കുമ്പോ മലക്ക് പറയുകയാണ്, ഹമിദക വസ്തർജഅ, ആ അടിമ പറഞ്ഞ വാചകം അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സന്താനം മരണപ്പെടുന്ന സമയത്ത് ഒരടിമ പറഞ്ഞ വാചകം അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് എന്ന് മലക്ക് റബ്ബിനോട് മറുപടി പറയുമ്പോ അള്ളാഹു മലക്കിനോട് പറയുകയാണ്, ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിലതാ ഒരു വീട് തയ്യാറാക്കുക, പണിതു വെക്കുക, ഒരു വീടിതാ സ്വർഗത്തിൽ റെഡിയാക്കുക. വസമ്മൂഹു, ആ വീടിന് പേര് പോലും റബ്ബ് പറഞ്ഞു കൊടുക്കുകയാണ്, ബൈത്തൽ ഹംദ്, ബൈത്തൽ ഹംദ് എന്ന് പേര് നൽകണം. കണ്ടു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്താണ് ഈ പറഞ്ഞത്? ആ വാചകം തന്നെ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹ് ചോദിക്കാണ്, എൻ്റെ അടിമയുടെ സന്താനത്തിന്റെ ആത്മാവിനെ നീ പിടികൂടിയോ? അവന്റെ ഹൃദയത്തെ നീ പിടിച്ചെടുത്തുവോ എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മക്കളെന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രിയപ്പെട്ടവരല്ലേ? 4 കുരുന്നുകളുടെ 4 മക്കളുടെ ജീവൻ നമ്മൾ കണ്ടതല്ലേ? അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. ആർക്ക സഹിക്കാൻ കഴിയ സഹോദരങ്ങളെ മക്കളുടെ വിഷയത്തിൽ? ആ സമയത്തൊരു മനുഷ്യൻ പടച്ച റബ്ബേ നീ വിധിച്ചതാണിത് എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ പറയണമെങ്കിൽ പിന്നെ അവന് ബൈത്തുൽ ഹംദ് അല്ലാതെ വേറെന്താ കൊടുക്കേണ്ടത്? അവിടെയും പറഞ്ഞ വാചകം അൽഹംദുലില്ലാ എന്നാണ്. എന്നിട്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അഥവാ എന്ത് പ്രയാസങ്ങൾ ബാധിച്ചാലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ. സന്തോഷത്തിൽ മാത്രമല്ല, സന്താപത്തിലും പറയേണ്ട വാക്ക്. ഇനി നമുക്ക് മാത്രമല്ല കേട്ടോ, വേറൊരാൾക്കൊരു പ്രയാസം എന്ന് കേട്ടു, അപ്പോഴും നമ്മൾ പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാ. മൻ റആ മുബ്തലൻ, ഏതെങ്കിലും ഒരാൾക്കൊരു പ്രയാസം ബാധിച്ചു, പരീക്ഷണമുണ്ടായി എന്ന് കേട്ടാൽ ഫഖാല, നീ പറയണം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. ഇതവൻ കേൾക്കലൊന്നും പറയണ്ട കേട്ടോ. ഒരാൾ വല്ലാത്തൊരു പ്രയാസം വന്ന് ബാധിച്ച് ഇങ്ങനെ പറയാണ് നമ്മളോട്, എനിക്ക് ഇങ്ങനെ ബാധിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ പറയാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഹദീസ് കേൾക്കാത്ത അറിയാത്ത ഒരാളെന്തെയും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലെങ്കിലും പറയണം അൽഹംദുലില്ലാ. എന്തിനാന്നല്ലേ? അല്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. എന്തിനാ അങ്ങനെ പറയണമെന്നല്ലേ? പടച്ചോനെ, എനിക്കങ്ങനെ പ്രയാസമൊന്നും വരുത്തിയില്ലല്ലോ. അവൻ ഇത്രമാത്രം പ്രയാസങ്ങൾ ബാധിച്ച് സങ്കടപ്പെടുമ്പോ അങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ റബ്ബേ നീ എനിക്ക് വരുത്തിയില്ലല്ലോ. അതാണ് അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സന്തോഷത്തിലും സന്താപത്തിലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ സന്ദർഭത്തിലും റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ എന്ന പദം ഈ ലോകത്തേറ്റവും ആദ്യത്തെയും
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും പ്രവേശിച്ച് കഴിഞ്ഞാലുമുള്ള വാക്കാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും വാക്കാണ് അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖലഖല്ലാഹു അസ്സ വജല്ല ആദമു അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ടോ അള്ളാഹു ആദം നബിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. സൂറത്തുൽ ബഖറയിൽ പറയുന്നില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളും അറിവുകളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് തുമ്മിയ സമയത്ത് അല്ലാഹ് പറഞ്ഞു ആദമിനോട്, ഫഖാല ആദം അൽഹംദുലില്ലാ, ആദമിനോട് അല്ലാഹു പറയുകയാണ് അൽഹംദുലില്ലാ പറയാൻ. ആ സമയത്തതാ ആദം നബി പറയുകയാണ് അൽഹംദുലില്ലാ. നോക്കൂ നിങ്ങൾ, ഇതാണ് മനുഷ്യാരംഭത്തിൻ്റെ തുടക്കം മുതലുള്ള വാക്കാണെന്ത്? അൽഹംദുലില്ലാ. ഞാൻ നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞു, പ്രാർത്ഥന പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ പറഞ്ഞു, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും പറഞ്ഞു. അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെയും പറഞ്ഞ വാക്ക്, ആദം നബി തുടക്കം കുറിച്ച വാക്ക് അൽഹംദുലില്ലാ എന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇനി സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലും സ്വർഗവാസികളുടെ പ്രാർത്ഥന ഖുർആൻ സൂറത്ത് യൂനസിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വതഹിയ്യതുഹും ഫീഹാ സലാം. സ്വർഗവാസിയെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത്, സ്വീകരിക്കുന്നത് സലാം പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടുത്തെ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന, ഏറ്റവും ശക്തമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായിരിക്കും. ആലോചിച്ച് നോക്ക്. അപ്പോൾ തുടക്കത്തിലും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അൽഹംദുലില്ലാ. ഇനി ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് കാണുമ്പോൾ, ആ സ്വർഗം ഇങ്ങനെ കാണുമ്പോൾ, ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ വിശ്വാസി പറയുന്ന വാക്കും അൽഹംദുലില്ലാ എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 43 പറയുന്നുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു. റബ്ബേ, നിന്റെ ഹിദായത്ത് ലഭിച്ചുവെന്ന കാരണം മാത്രമാണ് ഈ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. അതിനവസരം നൽകിയ നാഥാ, അൽഹംദുലില്ലാ, നിനക്കാകുന്നു സർവസ്തുതിയും. സ്വർഗത്തിൽ പ്രവേശിച്ചാലും അൽഹംദുലില്ലാ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂറത്തുൽ ലുഖ്മാനിന്റെ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കുൽ, നീ പറയുക, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറ, ധാരാളമായി പറ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ധാരാളമായി പറയുക. പഠിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട സമയങ്ങളിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമസ്കാര ശേഷം അൽഹംദുലില്ലാ പറയണം. അതിൻ്റെ പ്രതിഫലം അറിയാത്തവരല്ല, പക്ഷേ മറപ്പിക്കുകയാണ് പിശാച്. ആ സമയത്തൊരു തിരക്കുണ്ടാക്കുകയാണ് പിശാച്. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് 33 തവണമെന്ന് പറയാൻ അറിയാത്തവരല്ല, പറയണമെന്നറിയാത്തവരുമല്ല, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാത്തവരുമല്ല. പക്ഷെ അപ്പോഴേക്കും എത്ര സമയം ചെലവഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പറഞ്ഞ ദിക്ർ ചെല്ലാൻ എന്തോ ഒരു മടി. അവിടെയൊക്കെ പിശാചിന്റെ ഇടപെടലുകളാണ്. വലിയ നന്മയാണ്, പ്രതിഫലമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത്, കുൽ, പറയുക, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞു. ബൽ അക്സറുഹും ലാ യഅലമൂൻ. അറിയണം നിങ്ങൾ, ബഹുഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ഗൗരവം ഇതൊന്നും അറിയൂല. അതുകൊണ്ടാണ് പലരും ഇതിനെ അശ്രദ്ധമായി കളയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. എപ്പോഴും ധാരാളമായി പറയുമ്പോഴും ചില ആളുകളൊക്കെ സ്പീഡിൽ പറയുന്നതൊക്കെ നമുക്ക് കാണാം. അൽഹംദുലില്ലാ 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വളരെ സ്പീഡിൽ. അങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യമാണ്, അതിൻ്റെ പ്രതിഫലമാണ്, അതിൻ്റെ ശ്രേഷ്ഠതകളാണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആയാണ് അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സറിഞ്ഞ്, ഓരോ വാക്കും മീസാനിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള, നമ്മുടെ നാവുകൾക്കേറെ എളുപ്പമുള്ള, തുലാസ് നിറയുന്ന, ഖനം കൂടാൻ കാരണമായ ഒരു പ്രാർത്ഥനയാണ്, ദിക്റാണ് സുബ്ഹാനല്ലാഹ് എങ്കിൽ, ആ തുലാസ് നിറയാൻ കാരണമാകുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുകയും അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ദിക്റുകളും ദുആകളും ചൊല്ലുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ ഉപ്പമാർ, ഉമ്മമാർ, വല്ലുപ്പമാർ, വല്ലുമ്മമാർ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ.
അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് ശിഫ നൽകണ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണ റഹ്മാനെ. അള്ളാഹുവേ, ഈ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എന്തെന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും പരിപൂർണമായി ശുക്ർ പറയുന്നവരിൽ, നന്ദി കാണിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നിൻ്റെ ബർക്കത്തും റഹ്മത്തും എന്നുമെന്നും നിലനിർത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരിൽ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, നാഥ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറകളെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഏതേത് സമയത്ത് മരണം വന്ന് വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നാഥ, നാളെ വിചാരണ എളുപ്പത്തിൽ പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടെ വലതുകൈയിൽ ദന്തം വാങ്ങി സുറാത്ത് എന്ന പാലത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.